ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഇവിടെ ചോയ്സ് ചെയ്തിട്ടുള്ളത് പോളി കേബിളാണ്. അപ്പോൾ ഇതാ മെറ്റൽ ബോക്സ് സ്റ്റീലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ ഇതാ പോളി കേബിളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കേബിൾ ഉണ്ടല്ലോ ഗായ്സ്, ഉറുമ്പ് ധരിക്കില്ല എന്നുള്ള കമ്പനീൻ്റെ വാഗ്ദാനങ്ങളുണ്ട്. ഉറുമ്പ് കയറി 2 ഐസ്മാലയുടെ പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ബലിക്കാൻ എങ്ങനെ? ഈ നല്ല സ്മൂത്താണ് അല്ലേ? യെസ് യെസ്. അപ്പൊ പോളി ക്യാബിന്റെ പ്രത്യേകത എന്തെന്ന് ഗൈസ്, നിങ്ങളും വീടൊക്കെ കെട്ടുന്നുണ്ടാവും, നിങ്ങളൊന്ന് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ ഏത് ക്യാബിൾ എടുക്കുന്നുണ്ടല്ലോ ഗൈസ്, ഇതുപോലെ കമ്പനീന്റെ പഞ്ചിങ്ങുള്ള സീല് വേണം. ഈ പോളി ക്യാബ് ഗ്രീൻ എന്ന് പറഞ്ഞാല് പല മാർക്കറ്റിൽ പല ടൈപ്പും വരുന്നുണ്ട്. നമ്മളിപ്പോ ഞാൻ തന്നെ ഒരു കൊട്ടേഷൻ ബില്ലാക്കിയിട്ട് അപ്പൊ നമുക്ക് വരുന്ന റേറ്റിൽ കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് സാധനം പോളി ക്യാബ് വരുന്നുണ്ട്, പുറത്തുനിന്ന് ക്യാബിള് വരുന്നുണ്ട്. ആ ക്യാബിള് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലെ സീലിന്റെ കേബിൾ മാത്രം നിങ്ങൾ എടുക്കാം. ഏത് കമ്പനി ആയെങ്കിലും ഇവിടുത്തെ സീൽ ഉണ്ടാവും, കേരളത്തിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ സീൽ ഉണ്ടാവും. ആ സീലുള്ള കേബിൾ ഏത് കമ്പനി ആയാലും അത് എടുക്കാം. ഇവിടെ നോക്കാം, ഇത് DV ബോക്സ് ആണ്. കേബിൾ ഇറങ്ങി വരുന്നത് ഇതാ അഡാപ്റ്റർ നിർബന്ധമായിട്ട് അഡാപ്റ്റർ വെക്കണം ഗൈസ്. ഈ അഡാപ്റ്റർ വെച്ചെങ്കിൽ തന്നെ പിന്നെ ഏകദേശം ഉറുമ്പ് വരിയില്ല, ഉറുമ്പ് വരാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. നോക്കിയാൽ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവും, കണ്ടില്ലേ ഗൈസ്? അതുപോലെ തന്നെ ഇതാ നമ്മളെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വെച്ചിട്ടുള്ളത്. ഇതാ ഇതിലേക്കെല്ലാം അഡാപ്റ്റർ വെച്ചിട്ടുണ്ട്, കാണുക ഗൈസ്. ഇതാണ് മോളിൽ ഭാഗത്തുനിന്ന് കണ്ടിക്കണം. ഇതാ ഫുള്ള് അഡാപ്റ്റർ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് എന്ന് പറയുന്ന സംഭവം വരില്ല ഗൈസ്. മാസ്റ്റർ സർക്യൂട്ടാണ് നമ്മളെ ഈ വാരിങ് ഫുള്ള് വലിച്ചോണ്ടുള്ളത്. എന്താണ് പറയാനുള്ളത്? മുമ്പുള്ള കാര്യമാണ്, കൺസെപ്റ്റ് വർക്കില്ല അതല്ല, അത് ചെയ്താൽ നമുക്ക്. ഇന്നത്തെ വിവരങ്ങൾ ഇതൊക്കെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി SS ട്രേഡിംഗുമായി ബന്ധപ്പെടുക.